ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അയന. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു മട്ടൺ സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ മട്ടൻ്റെ കാലാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. നമ്മൾ നട്ടെല്ലും എല്ലാം സൂപ്പ് വയ്ക്കും. ഇതിപ്പോൾ കാലാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ചെയ്തിട്ട് ഒരു മൺകലത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൺകലത്തിലാണ് നമ്മളിവിടെ സൂപ്പ് വയ്ക്കുന്നത്. അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയെല്ലാം നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, തൊലിയൊക്കെ കളഞ്ഞ്. അപ്പോൾ ഇത്രത്തോളം വെളുത്തുള്ളിയും ഇത്രത്തോളം ഇഞ്ചിയും ഒക്കെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടി കഴുകി എടുത്തിട്ട് നമ്മുടെ ഈ കുഞ്ഞുരലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ച് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് ചതച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ചതച്ചതിന് ശേഷം നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് നമ്മുടെ ഈ മൺകലത്തിൽ എല്ല് ഇട്ട് വെച്ചിട്ടുണ്ടോ, അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പിലെല്ലാം ഇങ്ങനെ വേർതിരിക്കാതെ തന്നെ തണ്ടോടുകൂടി അങ്ങനെയാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ഒരു 3 കപ്പോളം വെള്ളം, 3 ഇടങ്ങഴി വെള്ളം എന്നാണ് പറയുക, 3 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കലം ഇത്തിരി ചെറുതാണ്, അതുകൊണ്ട് ചിലപ്പോൾ തിളച്ചിങ്ങനെ തൂയിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരുവിധം വറ്റിയിട്ട് ഒഴിക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ വിറകടുപ്പിലാണ് കേട്ടോ സൂപ്പ് വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ തീയൊക്കെ നന്നായിട്ട് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അമ്മയാണ് കേട്ടോ സൂപ്പ് വയ്ക്കുന്നത്, ഞാനല്ല. അപ്പോൾ തീയൊക്കെ കത്തിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കലം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. അപ്പോൾ സൂപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ചാൽ പോരാട്ടോ, ഇത് നമ്മൾ നന്നായിട്ട് വറ്റണം, അതാണ് ഇതിൻ്റെ ഒരു പാകം. അപ്പോൾ തിളച്ച് തൂയി പോകാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ തീയൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കുക. അപ്പോൾ ഒരുവിധമൊക്കെ ഒന്നിങ്ങനെ നന്നായിട്ട് തിളച്ച് ഒരുവിധം ആയി കഴിയുമ്പോൾ നമുക്ക് വെള്ളം ബാക്കിയുള്ള 1 കപ്പും കൂടി ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതാ ഒരു സ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയൊക്കെ എരിവിനനുസരിച്ചിട്ടോ, ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് എരിവ് കൂടുതലാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സൂപ്പൊക്കെ ഒരുവിധം വറ്റി നന്നായിട്ട് ഇതിൻ്റെ നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സൂപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊരു നീണ്ട പ്രോസസ്സാണ്, എന്നാലും നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.